അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് മാങ്ങ, പച്ചമുളക്, ഇഞ്ചി എന്നിവയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ചാറിൻ്റെ ബോട്ടിൽസ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു. അങ്ങനെ ചാത്തന്നൂരിലേക്കാണ് വന്നത്. ഞങ്ങൾ സ്ഥിരം കയറുന്ന ഒരു കടയാണ് കേട്ടോ ഇത്. പച്ചക്കറി ഐറ്റങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്, നല്ല വിലക്കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് തമിഴന്മാരാണ് കേട്ടോ കച്ചവടം നടത്തുന്നത്. തമിഴന്മാരാണ് കച്ചവടം ചെയ്യുന്നത്. അവർ നല്ല ലാഭത്തിന് തരും. സ്ഥിരമായിട്ട് അവരെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് വാങ്ങിച്ചാലും അവർ നമുക്ക് നല്ല ലാഭത്തിന് തരും കേട്ടോ. കറിവേപ്പിലയൊക്കെ ഞങ്ങൾക്ക് വെറുതെയാണ് തരുന്നത്. അച്ചാറിട്ട് കടകളിൽ കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ നമുക്ക് 2-3 മാങ്ങയൊക്കെ അധികത്തിനൊക്കെ തരും, തൂക്കത്തിൽ കൂടുതലൊക്കെ തരും. നല്ല നല്ല സഹകരണമുള്ള കുട്ടികളാണ് കേട്ടോ, അവിടെ പയ്യന്മാരാണ്. അപ്പോൾ ഏട്ടൻ തന്നെ അകത്ത് കയറി വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി അങ്ങനെയൊക്കെ ഉള്ളത് സവാളയൊക്കെ നോക്കിയെടുക്കും. അങ്ങനെ നല്ല നല്ല കാര്യമുള്ള പിള്ളേരാണ് കേട്ടോ അവിടെ കച്ചവടം ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളത് വാങ്ങിച്ചുകൊണ്ടേക്ക് പോവുകയാണ്. അപ്പോൾ മോൾക്ക് എന്തെങ്കിലുമൊക്കെ വേണം. അങ്ങനെ അവളെയും കൂട്ടി ബേക്കറി കയറി അവൾക്കൊരു ചോക്കോ ബാർ വാങ്ങിച്ച് കൊടുത്തു. അപ്പോൾ തന്നെ നേരെ ഒത്തിരി ഇരുട്ടിയിരുന്നു കേട്ടോ. ചേട്ടനെ ഇരുട്ടി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിക്കുന്നതിന്. അങ്ങനെ അന്ന് വൈകിട്ട് തന്നെ ഞങ്ങൾക്ക് മാങ്ങയൊക്കെ കട്ട് ചെയ്യണം. മാങ്ങയൊക്കെ പഴുത്ത് പോയി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ, അച്ചാറിന് അത് ശരിയാവില്ലല്ലോ. അപ്പോൾ അന്ന് വൈകിട്ട് തന്നെ മാങ്ങയൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ മോൾക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നെങ്കിലും മോളെ ഉറക്കാനും കൂടിയുള്ള തയ്യാറെടുപ്പിലൊക്കെ നിൽക്കുകയാണ്. ഏട്ടൻ ആ സമയം കൊണ്ട് മാങ്ങയൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. അത്യാവശ്യമാണ്, കാരണം കടക്കാർ വിളിക്കുന്നുണ്ട്, അച്ചാറെന്താ കൊണ്ടുവരാത്തതെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആ കടകൾ വിട്ട് കളയാൻ പറ്റില്ല. അപ്പോൾ എത്ര ഉറക്കം വിളിച്ചിട്ടായിരുന്നാലും ഞങ്ങൾ ഇതങ്ങ് ചെയ്യും കേട്ടോ. അപ്പോൾ മാങ്ങ കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1-2 ദിവസം, അതിൽ കൂടുതൽ വയ്ക്കാറില്ല, 1-2 ദിവസം വെച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ അത് അച്ചാറിട്ട് മാറ്റാറുണ്ട്. അച്ചാറിട്ട് ഒരു 2 ദിവസമൊക്കെ വച്ചിരിക്കും. അതിൻ്റെ എരിയും പുളിയൊക്കെ ഒന്ന് ബാലൻസായി സെറ്റാവണം. അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. നമ്മളിടുന്ന അച്ചാറിൽ മാങ്ങച്ചാറാണ് നല്ല ഫേമസായി നിൽക്കുന്നത് കേട്ടോ. ആര് വാങ്ങിച്ചാലും ഞങ്ങളുടെ മാങ്ങച്ചാറിനാണ് വിളിക്കുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.